നന്ദിയുള്ളവരായി ഇരിക്കുക. മലയാളികളുടെ ഇടയിൽ നന്ദി പറയുക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. എന്നാൽ ഇംഗ്ലീഷുകാർ എന്തിനും താങ്ക്സ് പറയുന്നവരാണ്. എന്നാൽ തിരിച്ച് ഒരു താങ്ക് യു പറഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ പറയും, എന്ത് നന്ദികേടാണ് അവർ കാണിച്ചത്. എന്നാൽ നമ്മൾ നന്ദി പറയാനായിട്ട് തയ്യാറാകില്ല. മറ്റൊരാൾ നമ്മോട് നന്ദി പറഞ്ഞില്ലെങ്കിൽ നാം അത് പരാതിയായി പലപ്പോഴും പറയാറുണ്ട്. ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ 10 കുഷ്ഠരോഗികളെത്തി. ആ 10 കുഷ്ഠരോഗികളും യേശുവിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ യേശു അവരോട് പറഞ്ഞു, പൊക്കോ, നിങ്ങൾ ശുദ്ധരായിത്തീരുകയാണ്. നിങ്ങൾ പുരോഹിതന്മാരെ പോയി നിങ്ങളെ തന്നെ കാണിക്കുക. അവർ പോകുന്ന വഴി യാത്രയിൽ തന്നെ അവർ സൗഖ്യമുള്ളവരായി തീർന്നു. അതിലൊരു മനുഷ്യൻ സൗഖ്യമായത് കണ്ടിട്ട് തുള്ളിച്ചാടി യേശുവിൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്നു. യേശു തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ 10 പേര് ശുദ്ധമായില്ലേ? 9 പേര് എവിടെ? എന്നാൽ തിരിച്ചു വന്ന ആ ഒരു മനുഷ്യനോട് യേശുവിൻ്റെ സ്നേഹം വർദ്ധിച്ചു കാണില്ലേ? അങ്ങനെയെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയുന്നവരായി തീരുവാൻ കഴിയട്ടെ. നാം ഇന്ന് ജീവനോടിരിക്കുന്നത്, ഇന്ന് രാവിലെ നാം എഴുന്നേറ്റത് ദൈവം നമ്മെ സഹായിച്ചതുകൊണ്ടാണ്. അതിന് ദൈവത്തിനോട് നമുക്ക് നന്ദി പറയാം.